അപ്പോൾ നമ്മൾ തലശ്ശേരി ടു ഫറോക്ക് ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് 2 ഭാഗങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇനി അതിൻ്റെ 3-ാം ഭാഗമാണ്. ഇവരെ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് കമൻറ്റുകൾ അയച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി സ്വീകരിച്ച. താങ്ക് യു വെരി മച്ച്. ഇവിടെയാണ് വാസ്കോ ഡ ഗാമ കാലുകുത്തിയ കോഴിക്കോട് കാപ്പാട് ബീച്ച്. സഫറോं की जिंदगी जो कभी नहीं खत्म हो जाती है. നമുക്ക് ഞാള് പോട്ടെ. നമുക്ക് ചോദിച്ചു പോവാം. നമ്മളെ പോയിക്കോട്ടെ. This is the Chalia River. Airport road. ഇവിടുന്ന് ഇറങ്ങണം എയർപോർട്ടിലെ. മമ്മൂട്ടി എല്ലായിടത്തുണ്ടല്ലോ. മമ്മൂക്ക ഈസ് എവരിവെയർ. നാട്ടുകര എങ്ങനെ നമ്മൾ പുളിക്കൽ ഭാഗത്തേക്ക് എയർപോർട്ട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുളിക്കൽ പഞ്ചായത്തിലെ അരിമുറുവൻ പെറുക്കിയെടുത്തതുണ്ട്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു പുളിപ്പുണ്ട്. ബോർഡ് വായിച്ചാ എന്താ പറയുന്നത്? പെരിയമ്പലം. This is Malappuram, a land where harmony and literature blend in the soul of Malabar. ഇതാ പുളിക്കൽ പഞ്ചായത്ത്. ഇവിടുത്തെ അരിയാണ് നമ്മൾ പെറുക്കിയെടുക്കണ്ടേ. സ്വാഗതം പുളിക്കൽ ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ലത്തീഫിൻ്റെ വീട്ടിൽ ഇക്ഷൻ്റെ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ ഇടുന്ന ലെഫ്റ്റാ പോയാൽ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് ഇവൻ്റെ. ലത്തീഫിൻ്റെ അനിയൻ്റെ അല്ലേ? ഇതന്നെ. യെസ്, ഇതന്നെയാണ്. അങ്ങനെ യക്ഷീറിൻ്റെയും ലത്തീഫിൻ്റെയും ഷബീറിൻ്റെയും എല്ലാ വീട്ടിലേക്കുള്ള വഴി അതിൻ്റെ അങ്ങാടിയാണ് പുളിക്കൽ. A soil that speaks of history, filled with love, struggle and unforgettable memories. Malappuram, not a land of rats, but one lit by the spirit of freedom, a rebellion that shook the British. This is the true soul of Indian freedom struggle. സൗദിയിൽ നമ്മളിപ്പം ജോലി ചെയ്യുന്ന ലത്തീഫിൻ്റെ വീടിൻ്റെ ഭാഗമാണ്. റൈറ്റ് ഇങ്ങോട്ടാ നമ്മളന്ന് പുരെടുക്കുന്ന കാണിച്ചത്. വാഴക്കാട്, അരൂർ, വെട്ടുകാട്. പൗരബസാറായത് കുറച്ച് പോയാലേ ഒരു നല്ലൊരു പാറയും മലയൊക്കെ ലുക്കുള്ള സ്ഥലം. പുളിക്കൽ ഇങ്ങനെ ഒരു സ്ഥലം. പാറപ്പുറം, മലകളുടെ പുറം, അതുകൊണ്ടാണ് മലപ്പുറം വരുന്നത്. Yes, Mala means hill, Puram means place. Malappuram, where strength rise like hill and the land overflow with spirit. Even the stones and roads here whisper the story of freedom. അയ്യോ, അത് കണ്ടിട്ടില്ലേ? What a nice view. ഓരോരോ സ്ഥലത്തെത്തും ഓരോരോ എങ്ങനെയാണ് ഇതിന്റെ ഇറക്കം? അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യ്. റിസ്ക് എടുക്കണ. നേരെ എടുത്ത് തിരികെ നോക്കട്ടെ ഇതിന്റെ പൊസിഷൻ. സംഭവം മനസ്സിലായി. പുതിയടത്ത് പറമ്പ്, മുണ്ടുമൊഴി, മായക്കര, സ്റ്റാർ ഓഫ് മായക്കര. നമ്മളങ്ങനെ മായക്കരയിലെത്തി. മായാലോകത്ത് വിസ്മയത്തിലും നോക്കിയ അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യ്. ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ? പിടിച്ചാലും അമർത്തിയാലും നിക്കണ്.
കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി ഒറ്റ വിളിയാണ്. ഷബീറേ, നമ്മളെത്തിയ ഉടനെ സുഹൃത്ത് നസീഫ് അവിടെ എത്തി. ഷബീറിൻ്റെ വീട്ടിലെ വിരുന്നാണ്, പെരുന്നാളിൻ്റെ സ്പെഷ്യൽ മൃഷ്ടാന്ന ഭോജന. ഷബീറിൻ്റെ മോള് ഷബീറിൻ്റെ വീട്ടിലെ വിരുന്ന് കഴിഞ്ഞാൽ ഉടനെ നഫ്സീർ അലി കുഞ്ഞു എന്ന് വിളിക്കുന്ന ഷബീറിൻ്റെ എല്ലാം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് അടുത്ത ബീഫ്. ഇത് രണ്ടാം തീറ്റയാണ് അല്ലേ? ഷബീറിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് ബീഫിൻ്റെ സ്മെല്ലെല്ലാം മൂക്കിലടിച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ അബ്ദുൽ അലി കുഞ്ഞുവിൻ്റെ കസിൻ ബ്രദർ. ഒറിജിനൽ ബീഫാണ് അതന്നെ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അടിക്കുന്നത് മറ്റേ പുറത്ത് 300 350 ആണെങ്കിൽ ഇത് 500 550 വരും. കാരണം ഉദ്യോഗത്തിന് പ്രത്യേക നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ചള്ളു പോത്താ ഇതൊക്കെ നല്ല ചെറിയ വാ വാ വാ. യെസ് ഗുഡ്. കോയിനെ നോക്കുന്ന ആക്കോടെ അതിന്റെ പേര് ഇത് വിരിപ്പാടം. വിരിപ്പാടം. 6 മാസമായി നീ നോക്കിനോ? ഒരു കൊല്ലം വന്നിട്ട് എത്ര പോത്തിന് അടുത്ത് 2 നിങ്ങളെ ഇന്ന് അപ്പോത്തന്നെ കുഴിച്ച്. ഇതാണ് നമ്മളെ കുഞ്ഞു എന്ന നഫ്സീർ അലി. അങ്ങനെ നമ്മൾ നാസർ ഭായിയുടെ നാട്ടിലെത്തി, ഫറൂഖില്. എന്താ ഉദ്ദേശിച്ച് പറയാനുള്ളത്? മലപ്പുറത്തിൻ്റെ ആദിത്യ മര്യാദയുടെ അങ്ങേയറ്റം അനുഭവിച്ചിട്ട് വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മള്. മനസ്സും വയറും നിറഞ്ഞ് നല്ല അടിപൊളി ബീഫെല്ലാം അടിച്ച് 2 സ്ഥലത്തു നിന്നാണ് ബിരിയാണിയും ബീഫും അടിച്ചത്. ആ ബീഫിൻ്റെ ഗുണം കൊണ്ട് വയറിനൊന്നും പ്രശ്നമില്ല. ഇനിയും തിന്നാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരുണ്ടല്ലേ അടുത്ത. ആകാശം ഇന്ത്യൻ്റെ ഭൂപടം പോലെ ഉണ്ടല്ലോ. ഫറൂഖ് ഇത് ഫറോക്കാണ് അല്ലേ? നസീഫാണ് കുറച്ച് സംസാരിക്കും. ആളൊന്ന് നോക്കി. കുഞ്ഞ് നല്ല മാറ്റം വെച്ചു, ഒന്ന് വെളുക്കുകയും ചെയ്തു. കറത്താൻ കഴിയും. കളി വന്നിട്ട് വെള്ളമില്ലേ? വൈകുന്നേരം വളരെ വിഷയമുണ്ടോ? നാസർ ഭായിയുടെ ബ്രദർ. ഫറൂഖിൽ അങ്ങനെ നാസർ ഭായിന്റെ വീട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു സുരക്ഷിതമായിട്ട്. ഈദ് മുബാറക് നാസർ ഭായ്. കുല്ലു അന്തും ബിഖൈർ, കുല്ലു സന തയ്യിബ്. നാസർ ഭായ് എന്ത് പറയുന്നില്ല? നമ്മുടെ നാസർ ഭായിയുടെ വീട്ടുമുറ്റത്താണുള്ളത്. നാസർ ഭായിയുടെ കുട്ടികളും അനിയന്മാരെ ജ്യേഷ്ഠന്മാരെ കുട്ടികളും എല്ലാവരും ഉണ്ട്. ആ ഓള് വിളിച്ചു കളിയത്.
അമ്പിളിച്ചെല്ലാം പാടിയാ മോള് പാടിയട്ടെ. പാട് പാട്. ആ കണ്ട് കുറ്റിയോട്ട്. ആ കാറിന്റെ വേഗന്ന് പോന്നാക്ക. കണ്ടിക്കണ് ഇനി ആരെയാ കാണാൻ ബാക്കിയല്ല, വേഗം നോക്ക് അടുത്താള്. നാസർ ഭായിയുടെ സ്കൂട്ടറിന്റെ പുറകിൽ ഫറൂഖിലൂടെ ഒരു യാത്ര. നമ്മുടെ കൂടെ വന്ന് ഷബീറും ടീമും പുറകിൽ വരുന്നുണ്ട്. ഓടുകളുടെ നാട് ഫറൂഖ്, ഓടുകളുടെ നാട് അല്ലേ? ഓട് വ്യവസായം, ഓട് വ്യവസായത്തിന് പേര് കേട്ട നാട്. പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു വ്യവസായം. ഓട് ഫാക്ടറികളുടെ ഓട് തൊഴിലാളി വിപ്ലവം സൃഷ്ടിച്ച സ്ഥലങ്ങൾ അല്ലേ? ഒരു കാണാം. നമുക്ക് തോന്നിക്കേറ്റ് പോയത് തിരുത്തിയാണ് സ്ഥലം. ഒരു തിരുത്തിയ കരുവിന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ തറവാടൊക്കെ ഈ ഭാഗത്താണ്. നാസർ ഭായിയുടെ തറവാട്ടിൻ്റെ ഏരിയ ആണിത്. ഷബീറും ടീമും പുറകിൽ കാറിൽ വരുന്നുണ്ട്. രതീഷും നസീഫ് ഭായ് കുഞ്ഞു. അതാണ് ബേപ്പൂര് ഹാർബറാണ്. കപ്പല കണ്ട കപ്പലതാ ബേപ്പൂർ ഹാർബർ അല്ലേ? Please wait for the final part 4, loading soon. Thank you very much for watching and subscribe.